ആദിൽ പാലോട് നമുക്കൊപ്പം ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ആദിലിന് പങ്കുവെക്കാനുണ്ട്. ആദിൽ പറഞ്ഞോളൂ. ഇപ്പോൾ നിൽക്കുന്നത് നേപ്പാളിലെ ഒരു ആർമി ക്യാമ്പിന് സമീപത്താണ്. ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്നും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇവിടെ നിരവധി ഹെലികോപ്റ്ററുകൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേപ്പാൾ ആർമിയിലെ ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാം. ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടേക്കാണ് ആദ്യം എത്തിക്കുന്നത്, പിന്നീട് അടുത്തുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ദൗത്യ സംഘങ്ങളെ നിയോഗിക്കുകയാണ് നേപ്പാൾ സർക്കാർ. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഇന്ത്യ, ബംഗ്ലാദേശ്, ചൈന അടക്കം മറ്റ് രാജ്യങ്ങളും അമേരിക്ക അടക്കം സഹായം അറിയിച്ചിട്ടുണ്ട്. അവരും ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമാകും എന്നാണ് കരുതുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മിലിറ്ററി ക്യാമ്പിന്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് നിരവധി ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ പ്രശ്നമുണ്ടായ മിന്നൽ പ്രളയമുണ്ടായ റസ്വയിലേക്ക് ഉള്ള റോഡുകളൊക്കെ പൂർണ്ണമായും തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം വരെയാണ് വാഹനങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. വാഹനം ഇത് കഴിഞ്ഞാൽ പിന്നീട് വാഹനം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വഴിയില്ല. കഠ്മണ്ഡുവിൽ നിന്ന് റസ്വയിലേക്കുള്ള പാതയിലാണ് ഇരുപത്തിൽ ഒരിടത്ത് ആർമി ക്യാമ്പ് കാണുന്നത്. ആർമി ക്യാമ്പിൽ വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നു, മറ്റ് സംവിധാനങ്ങളെല്ലാം എടുത്തിരിക്കുന്നു. കൂടുതൽ സൈനികർ ഈ ഭാഗത്തേക്ക് എത്തുന്നു. രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. നിരവധി പാലങ്ങൾ തകർന്നു പോയിരുന്നു. കിലോമീറ്ററുകളോളം റോഡുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങളും ഗ്രാമങ്ങളുമെല്ലാം പൂർണ്ണമായും ഒലിച്ചു പോകുന്നതാണ് ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ പിന്നീട് സംഭവിച്ചത്. ആ മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും നേപ്പാൾ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇപ്പോൾ. ശരി, ആദിൽ പാലോടാണ് നേപ്പാളിലെ തത്സമയ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചത്. റിപ്പോർട്ടർ വാർത്താ സംഘം നേപ്പാളിൽ എത്തിയിട്ടുണ്ട്. ഓരോ വിവരങ്ങളും കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. ഒപ്പം ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ മലയാളികളുമുണ്ട്. എന്താണെങ്കിലും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്.